മാറ്റത്തിന്റെ ആണിടങ്ങൾ. സാമൂഹ്യമാറ്റത്തിന്റെ പാതയിൽ പുരുഷന്മാർ. യുനെസ്കോയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മീഡിയ വിഭാഗവും ICRWവിന്റെ സാങ്കേതിക സഹകരണത്തോടെ തയ്യാറാക്കി റേഡിയോ മാറ്റുലി അവതരിപ്പിക്കുന്ന പരമ്പര. നിർവഹണം സിന്ധു ജസ്റ്റിൻ, പ്രജിഷ രാജേഷ്. നിർവഹണ സഹായം റെനീഷ് ആരിപ്പള്ളി. ശബ്ദം നൽകിയവർ ബാസിൽ, സ്മിത ജോൺസൺ, മരിയ ബിജു. നമസ്കാരം. ലോക ജനസംഖ്യയുടെ 52% സ്ത്രീകളാണ്. എന്നാൽ അധികാരത്തിന്റെ ഉന്നത പദവികളിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ്. എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ നാം അടക്കവും ഒതുക്കവും ഉള്ളവരാക്കി വളർത്താൻ ശ്രമിക്കുന്നത്? എങ്ങനെയാണ് പാചകവും മറ്റ് വീട്ടുജോലികളും കുട്ടികളെ പരിപാലിക്കുന്നതുമെല്ലാം സ്ത്രീകളുടെ മാത്രം ചുമതലയാകുന്നത്? വീട്ടമ്മ എന്ന വാക്ക് നാം പതിവായി കേൾക്കാറുണ്ടെങ്കിലും എന്തുകൊണ്ട് വീട്ടച്ഛൻ എന്ന് കേൾക്കുന്നില്ല? മനുഷ്യരുടെ വ്യക്തിത്വത്തെക്കാൾ അവരുടെ ജെൻഡർ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാലക്രമേണ ഒരുപാട് മാറ്റങ്ങൾ വന്നെങ്കിലും നമ്മുടെ മനസ്സിൽ ഇന്നും ആഴത്തിൽ ഇത് പതിഞ്ഞുകിടക്കുന്നുണ്ട്. ഈ ആശയങ്ങൾ നമ്മെ വളരെയധികം പിന്നോട്ട് വലിക്കുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ ആശയങ്ങൾ നാം ചുറ്റുമുള്ളവരിൽ നിന്ന് പഠിക്കുകയാണ്. കാലഹരണപ്പെട്ട ചിന്തകൾ കൊണ്ടു നടക്കുന്ന മുതിർന്നവരെ നാം വിദ്യാലയങ്ങളിലും പൊതുയിടങ്ങളിലും എല്ലാത്തിനും ഉപരിയായി വീടുകളിലും കാണും. നാം അറിയാതെ ഈ ദുഷിച്ച ആശയങ്ങളൊക്കെ നമ്മുടെ ലോകവീക്ഷണത്തിന്റെ ഭാഗമാകുകയും ചെയ്യും. വേർതിരിവ് എന്നത് വളരെ സ്വാഭാവികമായ ഒന്നാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയധികം സാധാരണമായി സമൂഹത്തിൽ അത് നമുക്ക് കാണാനാകും. ഈ അനീതിയുടെ തുടക്കം എന്ന് പറയുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. സ്കൂളുകളും ഒട്ടും മെച്ചമല്ല. നിത്യജീവിതത്തിന്റെ ഭാഗമായ ഈ വേർതിരിവ് തിരിച്ചറിയാൻ നന്നേ ബുദ്ധിമുട്ടാണ്. ഇക്കാരണത്താലാണ് നാം ഇന്നും സ്ത്രീവിരുദ്ധ തമാശകൾക്ക് ചിരിക്കുകയും അത് മറ്റുള്ളവർക്ക് സമൂഹമാധ്യമങ്ങളിലൂടെ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള വേർതിരിവ് നാട്ടിൽ പ്രബലമായതുകൊണ്ട് അത് അനീതിയാകാതിരിക്കുന്നില്ല. തുല്യത എന്നത് വളരെ വിശാലമായ ഒരു വാക്കാണ്. ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം മനുഷ്യർ മാറ്റി നിർത്തപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. പുരുഷാധിപത്യ സമൂഹങ്ങൾ സ്ത്രീകൾക്കെന്ന പോലെ പുരുഷന്മാർക്കും അപകടകരമാണ്. ചെറുപ്പത്തിൽ തന്നെ നാം അവരെ പൗരുഷം എന്നത് വളരെ ഇടുങ്ങിയ രീതിയിലാണ് പറഞ്ഞുകൊടുക്കുന്നത്. പേടിയെയും ദൗർബല്യങ്ങളെയും ഭയപ്പെടാൻ നാം അവരെ പഠിപ്പിക്കുന്നു. എപ്പോഴും ധൈര്യവാന്മാരായും കരുത്തുള്ളവരായും സ്വന്തം വികാരങ്ങളെ മറയ്ക്കാൻ നാം അവരെ പഠിപ്പിക്കുന്നു. വീട് നോക്കേണ്ടതും ജോലി ചെയ്ത് പണം സമ്പാദിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്വമാണെന്ന് പഠിപ്പിക്കുന്നു. ആൺകുട്ടികളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണിത്. ഇതുകൊണ്ട് തന്നെ പുരുഷാധിപത്യ സമൂഹം പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. എല്ലാവരും തുല്യരാണെങ്കിൽ സമ്പാദിക്കേണ്ടതും വീട്ടുചെലവ് നിർവഹിക്കേണ്ടതുമെല്ലാം അതിന് കഴിയുന്ന വ്യക്തിയുടെ ചുമതലയായി മാറും. സ്ത്രീ പുരുഷ തുല്യത ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ പുരുഷന്മാരുടെ മാനസികാരോഗ്യം പുരുഷാധിപത്യ സമൂഹങ്ങളെക്കാൾ വളരെ മെച്ചപ്പെട്ടതാണ്. അടുക്കള ജോലി സ്ത്രീകളുടേത് മാത്രമല്ല, അതെല്ലാവരുടെയും ജോലിയാണ്. എത്ര വീടുകളിലാണ് എല്ലാവരും അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നത്? സ്വന്തം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുക എന്നുള്ളത് അടിസ്ഥാനപരമായ അറിവാണ്. നമ്മുടെ നാട് ഇനിയും ഒരുപാട് പുരോഗമിക്കാനുണ്ട് എന്ന് തോന്നിപ്പോകും. സമത്വമുള്ളൊരു ലോകത്തിനായി നാം പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും വ്യത്യസ്തമായി വളർത്തണം. മോനെ സദാശിവ, നീ എന്താ ഇന്ന് നേരത്തെ വന്നത്? ഭയങ്കര തലവേദന അമ്മേ. ഹാഫ് ഡേ ലീവ് അങ്ങ് എടുത്തു. ഇതെന്താ ഇപ്പോ തലവേദനയൊക്കെ വരാൻ? ആണുങ്ങൾ ഇങ്ങനെ തലവേദന, തളർച്ച, ക്ഷീണം എന്നൊക്കെ പറയുവോ സദാശിവ? കടുപ്പത്തിലൊരു കാപ്പി കുടിച്ചിട്ടങ്ങ് കിടന്നോ? പണ്ടൊന്നും ആണുങ്ങളെ വിശ്രമിക്കാറുണ്ടായിരുന്നില്ല. ഇതാ കാപ്പി കുടിക്കേ. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓഫീസില്? ഏയ് ഒന്നുമില്ല. മനസ്സിനെന്തോ ഒരു ഭാരം. അതെനിക്ക് പറഞ്ഞു മനസ്സിലാക്കാനൊട്ട് പറ്റുന്നുമില്ല. എന്തൊക്കെയാ നീ പറയണത്? നീയാ ഈ വീടിന്റെ നെടുന്തൂണ്. നിങ്ങൾ രണ്ടാളൊന്ന് മാറി നിൽക്ക്. അച്ഛൻ കുറച്ചേരം ഒന്ന് കിടക്ക്. തലവേദന മാറുന്നില്ല എന്ന് തോന്നുവാണെങ്കിലേ നമുക്കൊരു ഡോക്ടറെ കാണാം. ഏയ് എനിക്കതിന് അസുഖമൊന്നുമില്ലല്ലോ. എന്ത് രോഗം പറഞ്ഞ് ഡോക്ടറെ കാണും? ഡോക്ടറെ തന്നെ കാണണമെന്നില്ല അച്ഛാ. നമുക്കൊരു കൗൺസിലറെ പോയി കാണാം. ശരീരത്തിന് വരുന്നത് പോലെ മനസ്സിനും ചില സൂക്കേടൊക്കെ വരും. നീ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ മോനെ, നിങ്ങളെല്ലാവരും കൂടെ ഒരു തലവേദന വന്നപ്പോഴേക്കും മാനസിക രോഗിയാക്കുവോ? നാണക്കേട് തോന്നുന്നു. പക്ഷേ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങും. ഒരു പ്രശ്നമില്ല ചേട്ടാ. നിങ്ങൾ ഈ ആണുങ്ങൾ ആരോടൊന്നും പറയാതെ എല്ലാം മനസ്സിൽ വെക്കുന്നതിന്റെ പ്രശ്നങ്ങളാ.
അത് വലിയ ക്രെഡിറ്റ് ആയൊന്നും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. 1-2 കൗൺസിലിങ്ങിന് പോയി എല്ലാം പറഞ്ഞു കഴിയുമ്പം തീരാവുന്ന പ്രശ്നങ്ങളേ അച്ഛനുള്ളൂ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അത് മിണ്ടാതിരിക്കുന്നതാ ആണുങ്ങളുടെ ശക്തി എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ തോന്നുവാ കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെയും നമുക്ക് ശക്തരായി മാറാൻ കഴിയുമെന്ന്. ഇത് അച്ഛൻ്റെ മാത്രം പ്രശ്നമൊന്നും അല്ല മുത്തശ്ശി. അച്ഛനെ പോലെ നിശബ്ദരായിട്ടിരിക്കുന്നവര് എത്ര പേരുണ്ടാവും? മനസ്സിന്റെ ആരോഗ്യമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കി എല്ലാവരും ഒരു മാറ്റത്തിന് തയ്യാറാവുക വേണ്ടത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 10-ൽ 2 പുരുഷന്മാരെങ്കിലും ജീവിതത്തിൽ ഗുരുതരമായ മാനസിക സംഘർഷങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ ഇതിൽ 40% പേർ മാത്രമാണ് ചികിത്സ തേടുന്നതെന്നത് ആശങ്കാജനകമായ കാര്യമാണ്. പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് പലപ്പോഴും ആരും അധികം ശ്രദ്ധാലുക്കളല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർ പലപ്പോഴും അവരുടെ മനസ്സിലെ വിഷമങ്ങൾ ആരോടും പങ്കുവയ്ക്കാറില്ല. പുരുഷന്മാർ കരയരുത്, എല്ലാം ഒറ്റയ്ക്ക് നേരിടണം തുടങ്ങിയ വാക്കുകൾ അവരുടെ മനസ്സിൽ പതിഞ്ഞുപോയി. അതവരെ വല്ലാതെ ബാധിക്കുന്നു എന്നതാണ് സത്യം. കേരളത്തിലെ കണക്കുകൾ നോക്കിയാൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ 76% പേരും പുരുഷന്മാരാണ്. പക്ഷേ മാനസിക രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരിൽ പുരുഷന്മാരുടെ എണ്ണമാകട്ടെ വളരെ കുറവും. നിരന്തരമായ ഉത്കണ്ഠ, വിഷാദരോഗം, ഉറക്കമില്ലായ്മ, ജോലിയിലും വ്യക്തിബന്ധങ്ങളിലും താൽപര്യക്കുറവ്, അമിതമായ ദേഷ്യവും നിരാശയും തുടങ്ങിയവയാണ് പുരുഷന്മാരിൽ കൂടുതലായി കാണപ്പെടുന്ന മാനസിക പ്രശ്നങ്ങൾ. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ, കുടുംബ ഉത്തരവാദിത്തങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, സാമൂഹിക അംഗീകാരത്തിനുള്ള സമ്മർദ്ദം എന്നിവയൊക്കെയാണ് ഇതിന് പ്രധാന കാരണങ്ങൾ. മാറ്റത്തിന്റെ പാതയിലേക്ക് ആണിടങ്ങൾ എത്തേണ്ടതുണ്ട്. പുരുഷന്മാർ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു IT ഉദ്യോഗസ്ഥന്റെ അഭിപ്രായം കേൾക്കാം. സ്ത്രീകളെക്കാളും കൂടുതൽ ആത്മഹത്യ റേറ്റ് പുരുഷന്മാർക്കാണ്. പുരുഷന്മാര് ഇപ്പം ഹയർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു സാധനം മാറിയിട്ട് അധികവും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മുഴുവൻ സ്ത്രീകളാണ് ഹയർ ക്വാളിഫിക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, സാമൂഹിക സാഹചര്യം മാറി. പെൺകുട്ടികൾക്ക് പഠിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ട് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ അതേ ഏജിലുള്ള അതേ നിലവാരത്തിലുള്ള ഒരു ആൺകുട്ടിക്ക് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി കിട്ടുന്നത്. അവർ കുറച്ചും കൂടി വർക്ക്, ബിസിനസ് ഏരിയകളിലേക്ക് മാറുകയാണ്. പിന്നെ വർക്ക് ഫോഴ്സിന് ഇപ്പൊ ഈക്വലി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മളെ സൊസൈറ്റി സെറ്റ് ചെയ്ത് വെച്ചേക്കണ കുറെ ബൗണ്ടറീസ് സ്ത്രീകൾക്ക് ഇതുവരെ ലിമിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പം സമൂഹത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ ഇതേ സമയത്ത് പുരുഷന്മാർക്ക് കയ്യിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് ട്രൈ ചെയ്യാണ്. സോ നമ്മളെ വളർന്നു വന്നേക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല, അവർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, അവർക്കുള്ള നിയമത്തിനെ പേടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ഈ റിസർവേഷൻ സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണല്ലോ, അതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട് പുരുഷന്മാർ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് നമ്മളെ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ. സിമ്പിൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇപ്പൊ ഒരു മരണം വിട്ട് പോയി കഴിഞ്ഞാല് പുരുഷൻ കരയില്ല, കരഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് എന്ന സൊസൈറ്റിയിൽ ഒരു അലിഖിതമായിട്ടുള്ള ഒരു നിയമം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ സ്ത്രീകൾക്ക് കരയാം, അവരുടെ ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻസിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ടത് പുരുഷന്മാരാണ് എന്നുള്ളൊരു സാധനം ഉണ്ട്. പിന്നെ ഒരാൾ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആണല്ല അല്ലെങ്കിൽ ആണത്വം കുറവാണ്, ആണുങ്ങളാരും കരയില്ല എന്നുള്ളൊരു സാധനം ഉണ്ട്. ആണുങ്ങളാണ് ഇപ്പൊ ഒരു കുടുംബത്തിൽ ഇപ്പൊ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണല്ലോ എന്നുണ്ടെങ്കിൽ കുടുംബം നോക്കേണ്ടത് ആൺകുട്ടിയാണ് എന്നുള്ളൊരു അലിഖിത നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുമ്പോൾ അവരുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര ക്വസ്റ്റ്യനിങ് സാധനമാണ്. പിന്നെ അതേപോലെ നമ്മള് എന്താ പറയാ, ഇപ്പൊ സ്ത്രീകൾക്ക് ഒരുപാട് പ്രിവിലേജ് കിട്ടുന്നുണ്ട്. ആ പ്രിവിലേജ് അവർ അർഹരാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അർഹരാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഈ പ്രിവിലേജ് കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന പുരുഷന്മാരുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഭയങ്കര പോസിറ്റീവാണ്. എല്ലാവരും അത്രയും കണക്റ്റഡ് ആണ്. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തുറന്നു പറയാൻ പറ്റുന്നുണ്ട്, അവരുടെ അഭിപ്രായം പങ്കുവെക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ തന്നെ നേരെ തിരിച്ചൊരു ചോദ്യമുണ്ട്. ഒരു പെൺകുട്ടി ഏതൊരു സ്ത്രീക്കും ഒരു പുരുഷനെതിരെ സിമ്പിളായിട്ട് ഒരു അലിഗേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ശരിക്കും അതിന്റെ മെറിറ്റ് അല്ലെങ്കിൽ ഡീമെറിറ്റ് ചിന്തിക്കാതെ തന്നെയാണ് ഈ സാധനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പുരുഷന്മാർ അഡ്രസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ പുരുഷന്മാർ അഡ്രസ് ചെയ്യുന്നതിൽ ഇത്
പുരുഷന്മാര് ഈ ടോക്സിക് മാസ്കുലിനാലിറ്റി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു നമ്മളിതൊക്കെ സഹിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ നമ്മളിതൊക്കെ എടുക്കേണ്ടവരാണ്, ടേക്ക് കെയർ ചെയ്യേണ്ടവരാണ്, നമ്മളെ കുടുംബത്തിനെ നമ്മൾ നോക്കേണ്ടതാണ്, ആ കുടുംബത്തിന്റെ വരുമാനം നമ്മുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ്, അവരെ കംഫർട്ടായിട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ പുരുഷന്മാർക്ക് ജന്മനാ തുടങ്ങിയിട്ട് നമ്മൾ ഈ ഒരു 10-18 വയസ്സാകുമ്പോഴേക്കും ഇത്രയും സാധനങ്ങൾ അവർക്ക് മൈൻഡിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് എങ്ങനെയാണോ നിങ്ങൾ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ടതാണ് എന്ന് വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഇതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. ഈ പുരുഷന്മാരുടെ സൈഡ് ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് ഭയങ്കര കുറവാണ്. എപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും സ്ത്രീകൾ അനുഭവിക്കുന്ന ആകുലതകളെ പറ്റിയിട്ടും അവര് വരുന്ന സാഹചര്യങ്ങളെ പറ്റിയിട്ടുമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യേണ്ടെന്നല്ല, ഇതിനോടൊപ്പം തന്നെ കുറച്ചെങ്കിലും ഈ പുരുഷന്മാരെ പറ്റിയിട്ടുള്ള സാധനങ്ങളും കൂടി വേണം. നമുക്കൊരു വനിതാ കമ്മീഷൻ ഉണ്ട്, നമുക്ക് ബൈലോ ഇന്ത്യയിൽ എല്ലാവരും ഈക്വൽ ആണ്, ഇന്ത്യൻ നിയമം എല്ലാവർക്കും ഒരേ പരിഗണനയാണ് നൽകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു കോടതിയിൽ നിന്ന് പോലും രണ്ടുപേരിങ്ങനെ പിരിയാണെങ്കിൽ അലിമണി കൊടുക്കാൻ വേണ്ടിയിട്ട് പുരുഷന് മാത്രമാണ് നിയമം പറയുന്നത്, സ്ത്രീക്ക് കൊടുക്കണ്ട. സിമ്പിളായിട്ട് നമ്മുടെ നിയമത്തിലുള്ള വിവാഹം കഴിച്ച് കഴിയുമ്പോൾ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും പൂരിപ്പിച്ചെടുക്കുന്ന ഒരു ഫോം ഉണ്ട്, ഇങ്ങനെ ഞാൻ സ്ത്രീധനമൊന്നും വാങ്ങിയിട്ടല്ല കല്യാണം കഴിച്ചതെന്ന്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റമാണെന്നിരിക്കെ പെൺകുട്ടികളുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സ്ത്രീകളുടെ അടുത്തുനിന്നും കൂടെ ഞാൻ സ്ത്രീധനം ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു ഫോം കൂടി വാങ്ങണം. ഈ ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള തീരുമാനങ്ങളല്ല ഇതൊന്നും. അതൊക്കെ ഭയങ്കര നെഗ്ലിജിബിൾ ആയിട്ട് ഭയങ്കര നിസ്സാരമായിട്ട് സമൂഹത്തിൽ കാണുന്ന സാധനങ്ങളാണ്. സർക്കാർ ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആണാണെങ്കിൽ അവൻ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം സ്ത്രീധനം വാങ്ങിയിട്ടില്ല എന്ന്. പക്ഷെ പെണ്ണാണെങ്കിൽ അവരുടെ അടുത്ത് ചോദ്യങ്ങളൊന്നുമില്ല. ഒരു കുടുംബത്തിലെ മരണം, അടിയന്തരം, കല്യാണം, പിറന്നാള്, അങ്ങനെയുള്ള ആഘോഷങ്ങളും അതേപോലെയുള്ള ഇവന്റുകൾ മുഴുവൻ നടത്തുന്നതിന്റെ ചുമതല മുഴുവനായിട്ട് പുരുഷന്മാരിലേക്ക് കേന്ദ്രീകരിക്കും. അത് അവരുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. അത് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ നടത്താൻ പറ്റില്ല എന്നുള്ളത് അവരുടെ പ്രശ്നമായിട്ട് ചിത്രീകരിക്കപ്പെടും. എന്നാൽ ഇതേ സാധനങ്ങളൊന്നും ഇതേ കുടുംബത്തിലുള്ള സ്ത്രീകളെടുത്തൊരു ചോദ്യമായിട്ടേ വരില്ല. ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ വരെ എപ്പോഴും പുരുഷന്റെ അടുത്താണ്. നീ എന്ത് ചെയ്തു? നീ നിന്റെ അമ്മേനെ നോക്കാൻ എന്ത് ചെയ്തു? നീ നിന്റെ അച്ഛനെ നോക്കാൻ എന്ത് ചെയ്തു? അത് നിന്റെ ഉത്തരവാദിത്തമാണ്. നീ എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല? ഇതേ ചോദ്യം മകളുടെ അടുത്തേക്ക് പോകുന്നത് ഭയങ്കര കുറവാണ്. ഇല്ല എന്നല്ല, കുറവാണ് സാഹചര്യവശാൽ. ഇത് പുരുഷന്മാര് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തമാണെന്ന് പണ്ട് സ്ത്രീകൾ മറ്റേ ഭർത്താവിനെയും അച്ഛനെയും അമ്മേനെയും ഒക്കെ നോക്കലാണ് എന്റെ ജോലി, അല്ലെങ്കിൽ എന്റെ ജീവിതം എന്ന് പറയുന്നത് അതാണ്, അടുക്കളയിലൂടെ തന്നെ നിൽക്കേണ്ടതാണ് എന്ന് പണ്ട് സ്ത്രീകൾ ചിന്തിച്ചതുപോലെ തന്നെ പുരുഷന്മാരുടെ മൈൻഡിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ മാത്രം ചുമതലയാണ്, ഞാൻ മാത്രം ചെയ്യേണ്ടതാണ് എന്ന് അവര് പോലും അറിയാണ്ട് അവരെ അടിച്ചേൽപ്പിച്ച് വെച്ചേക്കും. അതിങ്ങനെ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ആയി സമൂഹത്തിൽ. പുരുഷന്മാരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വളരെ നാളുകളായി നമുക്കിടയിലുണ്ട്. അത് വേണ്ട രീതിയിൽ കുടുംബങ്ങളിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രധാന വിഷയം. പേര് കെ ചന്ദ്രശേഖരൻ. പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം ഏതാണ്ട് 13 വർഷത്തോളമായി വെള്ളമുണ്ട പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഒരു വളണ്ടിയറായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. പൊതുവെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ചെറുപ്പകാലം മുതൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ കുട്ടികളോട് പറയുന്നത്, നീ ആൺകുട്ടിയാണ്, നീ പഠിച്ച് വലുതായിട്ട് വേണം ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ, ഞങ്ങളെ സംരക്ഷിക്കാൻ. ഇത് കേട്ടാണ് കുട്ടികൾ വളരുന്നത്. വലുതായി കഴിഞ്ഞാലോ വീടിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക. ഇതൊക്കെ ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് പൊതുവേ കണ്ടുവരുന്നത്. അത് വീട്ടിലുള്ളവരായാലും ശരി, സമൂഹത്തിലുള്ളവരായാലും ശരി, അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതൊരു പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് ഇതിലൊന്നും ഒരു വലിയ പങ്കില്ല എന്നൊരു മനോഭാവമാണ് വെച്ച് പുലർത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രവണത എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഒരാളുടെ ഉത്തരവാദിത്വം എന്നതിലുപരിയായിട്ട് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമായിരിക്കണം, വീട്ടുകാരുടെ ഉത്തരവാദിത്വമായിരിക്കണം. അല്ലാതെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത ശരിയല്ല. അപ്പോൾ ആ രൂപത്തിലായിക്കഴിഞ്ഞാൽ മാത്രമേ പുരുഷന് നീതി ലഭിക്കുകയുള്ളൂ, തുല്യത ലഭിക്കുകയുള്ളൂ. ആ ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്.
സമൂഹം ധരിച്ചു വച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റേണ്ട ചുമതല പുരുഷന് മാത്രമാണെന്നാണ്. ഇത് പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം പുരുഷന് മാത്രമല്ല, അതൊരു കൂട്ടുത്തരവാദിത്തമാണ്. അത് തൊഴിൽ സ്ഥലത്തായാലും സമൂഹത്തിലായാലും വീട്ടിലായാലും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പുരുഷനാണ് എന്നുള്ളൊരു ധാരണ മാറ്റി എഴുതണം. നീതി സ്ത്രീക്ക് മാത്രം ലഭിക്കേണ്ടതല്ല, അത് പുരുഷനും ലഭിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത്തരം സന്ദർഭങ്ങളിലാണ് പുരുഷൻ സ്വാഭാവികമായിട്ടും കൂടുതൽ സമ്മർദ്ദത്തിന് വിധേയരാകുന്നത്. അതുകൊണ്ട് ഈ ധാരണ മാറ്റിയെടുക്കണം. എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ആവശ്യമാണെന്നാണ് എനിക്ക് ഇതിൽ ചേർത്ത് പറയാനുള്ളത്. സ്ത്രീകളെ ഒപ്പം പിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിച്ച പുരുഷന്മാർ ഇന്ന് എല്ലാ മേഖലകളിലും പുറകിലാണ്. നാം ഇനിയെങ്കിലും ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ. പല കാരണങ്ങളാലും ഇന്ന് മാനസിക സംഘർഷങ്ങളിൽ പെടുന്നവരാണ് പുരുഷവർഗം. കുടുംബശ്രീ, അയൽക്കൂട്ടം, സ്ത്രീ ശാക്തീകരണ പരിപാടികൾ എന്നിവ കൊണ്ട് സ്ത്രീ സമൂഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെ മുന്നാക്കം പോയി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനനുസൃതമായിട്ടുള്ളൊരു മാറ്റം പുരുഷ വിഭാഗത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കുടുംബത്തെ സംരക്ഷിക്കുവാൻ സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിട്ടിരുന്ന പുരുഷന് ഇപ്പോൾ കുടുംബത്തിൽ അന്യതാബോധം കടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്ത്രീകൾക്ക് വീടുകളിലെ സ്ഥാനം വർദ്ധിച്ചു, സാമ്പത്തികമായ കാര്യങ്ങൾ അധികവും അവളുടെ നിയന്ത്രണത്തിലാണ് കടന്നു വരുന്നത്. സ്വയം വരുമാനമില്ലാത്ത പുരുഷൻ്റെ അവസ്ഥ ഏറെ ദയനീയമായിരിക്കുന്നു. അവൻ്റെ ഉള്ളിലും മാനസികമായിട്ടുള്ള വൈകാരിക ഭാവങ്ങളുണ്ട്. കുട്ടികളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ പുരുഷനെ വളരെയേറെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും കൃത്യമായി ഈ ഒരു വൈകാരിക ഭാവങ്ങളെ, ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും മറ്റ് വൈകാരികത ആണെങ്കിൽ പോലും ഇവയൊക്കെ കൃത്യതയോടുകൂടി വെളിപ്പെടുത്തുവാനുള്ള ഒരു ആളില്ല എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം ഉള്ളതാണ്. വീട്ടിലാണെങ്കിൽ കുട്ടികളും ഭാര്യയും താൻ പറയുന്ന കാര്യങ്ങളെ എത്രത്തോളം ഉൾക്കൊള്ളും എന്ന ആശങ്കയിൽ ഭക്ഷണ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുമ്പോഴും ഇടവേളകളിൽ കളിചിരികളോടുകൂടി കഴിയേണ്ട സമയത്തും മനസ്സ് തുറക്കുവാൻ അവസരം ലഭിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ മനസ്സ് തുറക്കുവാൻ മടി കാണിക്കുന്ന പുരുഷന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കുറേയൊക്കെ അവൻ്റെ ഈഗോ ആണ്. അതേസമയത്ത് പുതുതലമുറ തന്തവൈബ് എന്ന പേരിൽ പല കാര്യങ്ങളെയും അടയാളപ്പെടുത്തുമ്പോൾ വേർതിരിഞ്ഞു പോകുന്ന തൻ്റെ മക്കളെ ഗുണദോഷിക്കുവാനും വീട്ടിൽ കൃത്യമായിട്ടുള്ള തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടമാക്കുവാനും അവന് സാധിക്കാതെ പോവുകയാണ്. ഇവിടെയൊക്കെ ഒരു ഉൾവലിയൽ സ്വഭാവം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. മാതാവിന് മക്കളെക്കുറിച്ചുള്ള ആധി വളരെ അധികമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ ഏറെ മനസ്സിനെ അലട്ടുന്നുണ്ട് അച്ഛനും, അല്ലെങ്കിൽ അവളെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തിനെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനസ്സ് വിങ്ങുന്ന സമയത്തുള്ള കരച്ചിൽ മറ്റുള്ളവർ കണ്ടാൽ അത് തൻ്റെ ആണത്തത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന ചിന്തയിൽ അത്തരത്തിലുള്ള വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടി വരികയാണ് അദ്ദേഹത്തിന്. ചില ആളുകൾ പുതിയ തലമുറയോടൊപ്പം തൻ്റെ രൂപവും ഭാവവും മാറ്റി കൃത്രിമമായിട്ടുള്ള മനുഷ്യനാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചെറുപ്പക്കാരനാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചെറുപ്പക്കാരനോ അതേപോലെ മധ്യവയസ്കനോ വയസ്സായിട്ടുള്ള ആളോ അല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇത്തരത്തിലുള്ള പുരുഷന്മാർ എത്തിച്ചേരുന്നു. സ്വാശ്രയ സംഘങ്ങളോ കൃത്യമായിട്ടുള്ള പുരുഷ കൂട്ടങ്ങളോ ഇന്ന് എല്ലായിടങ്ങളിലും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ വികാരങ്ങളെ പങ്കുവയ്ക്കുവാനുള്ള ഇടം അവന് നഷ്ടപ്പെട്ടു പോകുന്നു. ഇത്തരം ഇടങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്താണ് രാസലഹരി അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ, ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ആത്മഹത്യയിൽ ഏർപ്പെടുന്നത്, കുടുംബ ബന്ധങ്ങളെ വേററുത്ത് വിടുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെടുന്നത്.
അതുകൊണ്ടാണ് ഇങ്ങനെ മാനസിക അവസ്ഥയുള്ള വ്യക്തിക്ക് തൻ്റെ ഭാര്യയോട് കൂടിച്ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തൻ്റെ ഭർത്താവിൽ നിന്നുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് വരുന്ന സമയത്താണ് അവിടെ കുടുംബ വഴക്കുകൾ ഉണ്ടാകുന്നു. അങ്ങനെ കുടുംബങ്ങൾ വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ള കുടുംബ ബന്ധങ്ങളെ കണ്ടു വളരുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ പലപ്പോഴും ആശങ്കയോടുകൂടിയാണ് വിവാഹ ബന്ധങ്ങളെ കാണുന്നത്. അവരുടെ അഭിപ്രായത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു ബന്ധമല്ല, ബന്ധനമാണ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. പീഡന കേസുകളാണെങ്കിൽ പോലും അതിൽ സ്ത്രീയുടെ താല്പര്യം കൂടുതൽ കൊണ്ടാണ് അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും കേസും കാര്യങ്ങളും വരുന്ന സമയത്ത് അവിടെ കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത് പുരുഷന്മാർ തന്നെയായിട്ട് മാറുകയാണ്. ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം, നമ്മുടെ ഭരണകൂടം പുരുഷ വർഗത്തിന് കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, കൃത്യമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ, അവർക്ക് വേണ്ടുന്ന മാനസികമായിട്ടുള്ള പിന്തുണ നൽകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ കുടുംബ ഭൂപടത്തിൽ നിന്നും പുരുഷൻ എന്ന കഥാപാത്രം മങ്ങി മറഞ്ഞു പോകാൻ സാധ്യത അതിവിദൂരമല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ പുരുഷനെ അവൻ്റെ എല്ലാ ഇച്ഛാശക്തിയോടുകൂടിയും കരുത്തുറ്റ ഒരു കഥാപാത്രമാക്കി നിലകൊണ്ടുകൊണ്ട് കുടുംബം എന്ന കൃത്യമായിട്ടുള്ള പക്ഷിയുടെ ഇരു ചിറകുകളാണ് ഭാര്യയും ഭർത്താവും എന്നുള്ള ചിന്ത അവനിൽ ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ ചിന്തിക്കുകയും ഇടപെടേണ്ടുന്നതുമായ ഒരു വ്യക്തിയാണ് പുരുഷൻ എന്ന കാര്യം അവനെ ബോധിപ്പിക്കുന്നതിനും സമൂഹം, അതേപോലെ തന്നെ ഭരണകൂടം ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങൾ രൂപീകൃതമാക്കേണ്ടതുണ്ട്. വിദ്യാലയങ്ങളിലാണെങ്കിലും പെൺകുട്ടിയും ആൺകുട്ടിയും കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന ചിന്ത അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർക്ക് നൽകണം. വീടുകളിലാണെങ്കിലും ഇതേപോലത്തെ ഒരു ചിന്ത കുട്ടികൾക്ക് നമ്മുടെ ആളുകൾ നൽകേണ്ടതുണ്ട്. ആയതിനാൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹത്തിൽ നിന്നും സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പരിവർത്തനം നമ്മൾ കാണുമ്പോൾ, പ്രത്യേകിച്ചും സമൂഹത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള നിലനിൽപ്പിന്, കുടുംബത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള നിലനിൽപ്പിന് സ്ത്രീയും പുരുഷനും തുല്യ അധികാരികളായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ മുന്നോട്ട് പോക്കിന് എല്ലാവിധ പിന്തുണയും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുമ്പോഴാണ് പുരുഷൻ എല്ലാം മറന്നുകൊണ്ട് സ്ത്രീയുടെ ഒപ്പമുള്ള ആളാണെന്നുള്ള ചിന്തയിൽ വളരെയേറെ സമരസപ്പെട്ട് പോകേണ്ടത്. അപ്പം അങ്ങനെ സമരസപ്പെട്ടു പോകുന്ന ഒരു ബോധം പുരുഷന് നൽകേണ്ടതുണ്ട്. അവൻ്റെ പിന്നാക്കം പോകുന്ന അവസ്ഥയെ നമ്മൾ തീർച്ചയായിട്ടും തടഞ്ഞു നിർത്തേണ്ടതുണ്ട്. നല്ല ഒരു സമൂഹം കെട്ടിപ്പടുത്തുവാൻ, കുടുംബത്തിന് ഭദ്രതയുണ്ടാക്കുവാൻ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. ഞാൻ സഹദേവൻ, റിട്ടയർഡ് മലയാളം അധ്യാപകൻ. മാനസികാരോഗ്യവും പുരുഷന്മാരും എന്ന വിഷയത്തെക്കുറിച്ച് കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ആശ പോൾ സംസാരിക്കുന്നു. സാധാരണഗതിയിൽ വീടുകളിൽ സ്ത്രീയും പുരുഷനും തുല്യമായി ജോലിഭാരം പങ്കിടുമ്പോൾ വളരെ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകും. എന്നാൽ ഒരു വീട്ടിൽ സ്ത്രീകൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ പുരുഷൻ മാത്രം എല്ലാ ജോലിയും ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അതിൽ ഒന്ന് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാവും. അമിത ജോലിഭാരം, അതായത് വീട്ടിലെല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രശ്നങ്ങളുണ്ടാകും. ഈ കൃത്യസമയത്ത് ജോലികൾ ചെയ്ത് തീർക്കാൻ കഴിയാതെ വരിക, പിന്നെ ഈ ജോലിയെക്കുറിച്ച് ആളുകൾ മോശമായിട്ട് അഭിപ്രായം പറയുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് മാനസിക സമ്മർദ്ദം കൂടുതലാക്കും. മറ്റൊന്ന് പറയുന്നത്, ഈ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് ഇരിക്കുന്ന സമയത്തൊരു ഏകാന്തത അനുഭവപ്പെടാം. അപ്പം അതാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് കൂട്ടിന് ആരുമില്ല, സഹായത്തിന് ആരുമില്ല, അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയത് കാലക്രമേണ ഒരു വിഷാദ രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത് പലപ്പോഴും ദേഷ്യം, സങ്കടം, നിരാശ, ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ മാറി വരും. വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമ്പോൾ
സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ കഴിയാതെ വരും. അപ്പോൾ അത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നതിന് ഒരു കാരണമാകും. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൾട്ടി ടാസ്ക് എന്ന് പറയുന്നത്, ഒരേ സമയം പല കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് അത് സ്ത്രീകളുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. പക്ഷെ അതുപോലെ പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയുടെ അത്രത്തോളം മൾട്ടി ടാസ്ക് എന്ന് പറയുന്ന ഒരു കഴിവ് അത്രത്തോളം ഇല്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. സ്ത്രീകൾക്കാണ് ഈ ഒരേ സമയം വൈവിധ്യമാർന്ന പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവ് കൂടുതൽ എന്ന് തന്നെയാണ് പഠനങ്ങളും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുരുഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് നോക്കുമ്പോൾ അതിൽ പലപ്പോഴും അതിൽ മാത്രം ശ്രദ്ധിക്കുകയും ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുപോവുകയും ചെയ്യും. ഇപ്പം ഈ അടുത്തിടെ നടന്നൊരു സംസാരത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു ആളുടെ അടുത്ത് ഒരു പുരുഷനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് കുട്ടികളുടെ കാര്യം നോക്കി അവർക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്ത് അവരെ ഒരുക്കി ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഓഫീസിലെത്തണം. ഓഫീസിലെത്തിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അവിടുത്തെ സ്ട്രെസ്സുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിലെ കാര്യങ്ങൾ, ഓരോ ദിവസം എന്ത് ഭക്ഷണമാണ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നുള്ളത് തന്നെ 24 മണിക്കൂറും എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എത്രമാത്രം പാചകം എന്ന് പറഞ്ഞാൽ പോലും പാചകത്തിൽ ശ്രദ്ധിക്കുമ്പോൾ പാചകത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കുമ്പം മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും വിട്ടുപോകുന്നു എന്നൊരു പ്രയാസം. അപ്പം തന്നോട് തന്നെ ദേഷ്യം വരിക, തന്നോട് തന്നെ സങ്കടം വരിക. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഏതൊരു വീട്ടിലും സ്ത്രീ പുരുഷ സംയോജിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, കുടുംബ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണുള്ളത്. രണ്ടുപേരും വീട്ടിലെ ജോലിഭാരങ്ങളെല്ലാം തന്നെ തുല്യമായി പങ്കിട്ടെടുത്താൽ, തുല്യമായി വീതം വെച്ചെടുത്താൽ അതൊത്തിരി ഗുണപ്രദമാണ്. രണ്ടുപേരുടെയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന്, രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചും സാന്ത്വനിപ്പിച്ചും സഹകരിച്ചും വിട്ടുകൊടുത്തും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് സന്തോഷപൂർണ്ണമായിട്ട് നമുക്ക് കുടുംബജീവിതം നടക്കുക. അപ്പോൾ പുരുഷന്മാരുടെ മാനസിക ആരോഗ്യം യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഒറ്റയ്ക്ക് എല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അത് പലപ്പോഴും താഴേക്ക് വരുന്ന, മാനസികമായിട്ട് തകർന്ന് അല്ലെങ്കിൽ തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. വിഷാദരോഗം പുരുഷന്മാരിൽ വ്യത്യസ്തമായാണ് കാണപ്പെടുന്നത്. അവർ അമിതമായി ദേഷ്യപ്പെടും, ജോലിയിൽ ഒട്ടും താല്പര്യം കാണിക്കില്ല, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുക. പലരും മദ്യത്തിലും മറ്റു ലഹരി വസ്തുക്കളിലുമൊക്കെ ആശ്വാസം തേടും. ഇത് പിന്നീട് പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഉറക്കമില്ലായ്മ, നിരന്തരമായ ആശങ്ക, തലവേദന തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങളിൽ പ്രധാനം. എന്തുകൊണ്ടായിരിക്കാം പുരുഷന്മാർ മാനസികാരോഗ്യത്തിനു വേണ്ടി സഹായം തേടാത്തത്? മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന പേടി, ജോലിയിൽ പ്രശ്നമുണ്ടാകും എന്നുള്ള ആശങ്ക, ദുർബലത കാണിക്കുന്നു എന്ന തോന്നൽ, എങ്ങനെ സഹായം തേടണം എന്ന് അറിയാത്തവരുമുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. വികാരങ്ങൾ വിശ്വസ്തരായ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും മാനസികാരോഗ്യ വിദഗ്ധരോടും തുറന്നു പറയാം. നിയമിത വ്യായാമം, ശരിയായ ഭക്ഷണക്രമം, മതിയായ വിശ്രമം, പുതിയ ഹോബികൾ എന്നിവ ഉൾപ്പെടുന്ന ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാം. വിഷമം തോന്നുകയാണെങ്കിൽ വിശ്വസ്തരായ ആരോടെങ്കിലും സംസാരിക്കുക. അത് കുടുംബാംഗമോ സുഹൃത്തോ ആകാം. മാനസികാരോഗ്യ വിദഗ്ധരെ കാണുന്നതും നല്ലതാണ്. ഇന്ന് പല ആശുപത്രികളിലും നല്ല കൗൺസിലർമാരുണ്ട്. ഓൺലൈൻ കൗൺസിലിംഗും ലഭ്യമാണല്ലോ. ഇനി നിങ്ങളുടെ സുഹൃത്തിന് വിഷമമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ശ്രദ്ധയോടെ അദ്ദേഹത്തെ കേൾക്കണം, വിമർശിക്കാതിരിക്കണം, ഒപ്പം നിൽക്കുക. സഹായം തേടാൻ വേണ്ടി മറ്റുള്ളവരോട് പറയാൻ പ്രോത്സാഹിപ്പിക്കുക. പുരുഷന്മാരുടെ മാനസികാരോഗ്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിഗത പ്രശ്നം മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധത ആവശ്യമുള്ള ഒരു പൊതു ആരോഗ്യ പ്രശ്നമാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സഹായം തേടുന്നത് ദൗർബല്യമല്ല, മറിച്ച് നിങ്ങളുടെ ആരോഗ്യത്തോടും കുടുംബത്തോടുമുള്ള ഉത്തരവാദിത്തമാണ്. നേരത്തെ സഹായം തേടുന്നത് കൂടുതൽ ഫലപ്രദമായ ചികിത്സയ്ക്ക് വഴിയൊരുക്കും. കുടുംബത്തിലും
തൊഴിലിടങ്ങളിലും സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. പുരുഷന്മാരുടെ മാനസികാരോഗ്യം അവഗണിക്കപ്പെടാറുള്ള ഒരു വിഷയമാണ്. പുരുഷന്മാർക്കും വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ, സഹായം തേടാൻ, മനസ്സിലാക്കപ്പെടാൻ അവകാശമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സാമൂഹിക മാറ്റം അനിവാര്യമാണ്. മാറ്റത്തിന്റെ ആണിടങ്ങൾ എന്ന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. മാറ്റത്തിന്റെ ആണിടങ്ങൾ. സാമൂഹ്യമാറ്റത്തിന്റെ പാതയിൽ പുരുഷന്മാർ. യുനെസ്കോയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മീഡിയ വിഭാഗവും ICRWന്റെ സാങ്കേതിക സഹകരണത്തോടെ തയ്യാറാക്കി റേഡിയോ മാറ്റുലി അവതരിപ്പിക്കുന്ന പരമ്പര. നിർവഹണം സിന്ധു ജസ്റ്റിൻ, പ്രജിഷ രാജേഷ്. നിർവഹണ സഹായം റെനീഷ് ആരിപ്പള്ളിൽ.